ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്നലെ രാത്രി വന്നൊരു പ്രോമോയ്ക്കകത്ത് കണ്ട സെഗ്മെന്റ് ആണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു കൂട്ടി. എന്നിട്ട് അനുമോളെയും നെവിനെയും എണീപ്പിച്ച് നിർത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നു, ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത് നിങ്ങളാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ബിഗ് ബോസ് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് രണ്ടുപേരും പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്. രണ്ടുപേരും നല്ല ഹൃദയഹാരിയായ ഒരു സ്പീച്ച് വെച്ച് കാച്ചുന്നുണ്ട്. അനുമോളാണെങ്കിലും നെവിനാണെങ്കിലും അവര് ഇമോഷണൽ ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു. നല്ല മികച്ച രീതിയിൽ തന്നെ രണ്ടുപേരും സംസാരിച്ചു. നെവിനാണ് ശരിക്കും ഞെട്ടിച്ചത് കേട്ടോ. നെവിൻ 8 തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് എനിക്കൊരു ബോധ്യമായത്. ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നെവിൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ബേസിക്കലി ഹൗസിനകത്ത് കോണ്ടന്റുകൾ നല്ല രീതിയിൽ പുറത്ത് കൊടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഓർത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ബോധ്യമായത്. നെവിനൊരു നല്ല രീതിയിൽ തന്നെയുള്ള സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അല്ലാതെ വേറെ ഒരു സ്റ്റണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നെവിന് നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു കാര്യം ബോധ്യമായി. പിന്നെ അനുമോളാണെങ്കിലും അനുമോൾക്കും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഫാമിലി കുടുംബ പ്രേക്ഷകരുടെ ഒക്കെ ഒരു സപ്പോർട്ട് അനുമോൾക്ക് ഉണ്ടെന്നും ബോധ്യമായി. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് 8 തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന 25 കോഴിമുട്ടകളാണ്. എന്ന് വെച്ചാൽ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്ന 25 കോഴിമുട്ടകളാണ്. ഇനി ഇതിന്റെ പേരിൽ ഈ ആഴ്ച എന്തൊക്കെ കാണണമോ എന്തോ നെവിനും അനുമോളും തമ്മില്. അനീഷിന് 5 ലിറ്റർ പാല് ബിഗ് ബോസ് കൊടുത്തു. എന്തിനാണെന്നല്ലേ, ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്നത് അനീഷാണ്. അതിനോട് ചേർത്ത് ജയിലിലേക്കൊക്കെ വിട്ടിട്ടുണ്ട് 5-6 തവണ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നോമിനേഷനിൽ 5 തവണ അനീഷ് വന്നിട്ടുള്ളൂ. നോമിനേഷനിൽ പറയേണ്ട പല കാര്യങ്ങളും ജയിലിലേക്ക് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 5, 5, 10 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും പ്രേക്ഷക വിധി ഏറ്റവും കുറവ് തവണ തേടിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അവിടെയുള്ള സഹമത്സരാർത്ഥികളോട് അനീഷ് നന്ദി പറയണം. അതായിരുന്നു ബിഗ് ബോസ് അനീഷിനോട് പറഞ്ഞത്. അപ്പൊ അനീഷ് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ നാട്ടിലേക്ക് സ്വാഗതം, വീട്ടിലേക്ക് സ്വാഗതം, എല്ലാവരും വരണം, നിങ്ങളെന്നെ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ സീസണിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വീട്ടിലേക്ക് വരരുതെന്നൊക്കെ. പക്ഷെ ഇനി ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ ഒരു സ്പീച്ച് പറയുന്നുണ്ട്. പക്ഷെ എനിക്കും വളരെ ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നല്ല രസമുള്ള സ്പീച്ചായിരുന്നു അത്. പിന്നെ പ്രേക്ഷകരോടായിട്ടും അനീഷ് വേറെ ആയിട്ട് നന്ദി പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. 5 തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എന്നെ സേവ് ചെയ്ത് ഇവിടെ നിർത്തിയ പ്രേക്ഷകർക്ക് നന്ദി എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടന്നത്. കോഴിമുട്ട നെവിനും അനുമോൾക്കും കോഴിമുട്ട കൊടുത്തിരിക്കുകയാണ്. അനീഷിന് പാല് 5 ലിറ്റർ പാലാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻ അതിപ്പോ കൈപ്പറ്റി കൊടുക്കുന്നുണ്ട് അനീഷിനും അനുമോൾക്കും. പിന്നെ നെവിനും 3 പേർക്കും കൊടുക്കുന്നുണ്ട്. എന്തായാലും നെവിൻ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. നെവിൻ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. നെവിനാണെങ്കിൽ കരച്ചിലായിട്ട് നെവിന് സംസാരിക്കാൻ വാക്കുകളധികം കിട്ടുന്നില്ലായിരുന്നു. അത് ഇവർ രണ്ടുപേരും കേട്ടോ, അനീഷ് ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹൗസിനകത്ത് പ്രവേശിച്ച 2 കോമണേഴ്സ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. നെവിൻ ഒരു കോമണർ ബാക്ക്ഗ്രൗണ്ടോടെ അല്ല വന്നതെങ്കിലും നെവിൻ ശരിക്കും ഒരു കോമണർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അനീഷ് കോമണർ ടാഗോട് കൂടി വന്നിട്ടാണ് അവിടെ അത്രയും ഗെയിം കളിച്ച് 5 തവണ മാത്രം നോമിനേഷനിൽ വന്ന് പ്രേക്ഷക പ്രീതി നേടി ഫാൻസിനെ നേടിയത്. നെവിനും അതേപോലെ തന്നെ അനീഷിനെ നമ്മൾ പ്രശംസിക്കുന്ന പോലെ തന്നെ നെവിനെയും പ്രശംസിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നെവിൻ ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അത് പലപ്പോഴായിട്ട് പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും പറയുന്നു, നെവിൻ ഒരു മികച്ച കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.